എന്റെ തീരെ മുന്നോട്ട് പാതിരാക്കാൻ വിളിക്കുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ആക്കുന്ന പുതിയ ഐഡിയ കിട്ടിയിരുന്നു. അങ്ങനെ നാളെ അതിന്റെ പർച്ചേസിന് വേണ്ടിട്ട് പോവാന്ന് ഞാൻ കേട്ട് പതി കേൾക്കാതെ പതി സൂപ്പിക്കുന്ന കഴിഞ്ഞ് പറയുന്നു. ഓന് വരുന്ന ബസ്സിൽ കയറാൻ വേണ്ടി ഞാൻ പാഞ്ഞോണ്ട് പോയി. ഓൻ ചെല്ലി ബസ് ഇപ്പൊ വിടുന്നു. അതാ ഞാൻ പാഞ്ഞ് ഒരു മന്ത്രി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. നോക്കുമ്പോഴത്തേക്ക് ബസ് വിടാനായിട്ടില്ല. വെറുതെ പാഞ്ഞ് നിശ്ചയി. അങ്ങനെ ചെറുക്കളെത്തിയിട്ട് ആകുമ്പോഴത്തേക്കാന്ന് ഓന് പറയുന്നത് ഓൻ സ്റ്റാർട്ട് ആക്കുന്ന ബിസിനസ് ക്ലോത്തിങ് ബ്രാൻഡ് ഞങ്ങൾക്ക് എന്തെല്ലോ പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ എന്തോ പറഞ്ഞിട്ടാ എന്തായാലും സ്റ്റാർട്ട് ആക്കുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ച് അങ്ങനെ ഞമ്മടെ ഇതിൽ പർച്ചേസ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. സൂപ്പിക്കുന്ന പോലെ കിഞ്ഞോണ്ട് എന്ത് തോന്നുന്നുണ്ടായിട്ട് അങ്ങനെ ഒരു ഹോട്ടൽ കയറിയിരുന്നു. മെനുവിൽ എന്തെങ്കിലും ഫുഡ് എന്ത് പോട്ടറാക്കുന്ന വെച്ചിട്ട് കൺഫ്യൂസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അടുത്ത ആൾ വന്ന് ചെല്ലുന്നത് ഇതിന്റെ ഫുഡ് ഒന്നും കിടയില്ല. 2 ഐറ്റം മാത്രമേ ഉള്ളൂ. ഓർക്കുന്നനുസരിച്ച് ചോറിലാൻ ചില പോലത്തെ അവസ്ഥയായി പോയി. എന്റെ സാരിൽ അഴണ്ടായ ഫുഡ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായി. മനസ്സിലേക്ക് റാത്തായി പോയി. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ നേരെ പേർക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് താഴ്ച അങ്ങനെ അഴണ്ടായ ഒരു പൊടി വെള്ളം വേണ്ടി കുടിച്ചു. അവിടെ ഫസ്റ്റ് തണുത്ത വെള്ളം കൊണ്ടിട്ട് നമ്മൾക്ക് ഞാൻ ചില തണുപ്പ് വേണ്ട സാധാ വെള്ളം മതി. ഭയഞ്ഞാന്റെ മനസ്സ് പറയുന്നുണ്ട് തണുത്ത വെള്ളം മേങ്ങുന്നപ്പാന്ന്. അങ്ങനെ അയാൾ തണുപ്പില്ലാത്ത വെള്ളം കൊണ്ടിട്ട് ഞാൻ ചില തണുത്ത വെള്ളം മതി. അത് ആഴ്ചക്ക് ചോട്ടി വന്നെന്ന് തോന്നുന്നു. എന്തോ എന്നായിരുന്നു ഭയത്താത്തത്. അങ്ങനെ ബസ് വരാൻ കുറച്ച് സമയം എടുക്കും. അത്ര നേരം എന്താക്കുന്ന വന്നിരിക്കുമ്പോഴത്തേക്കും ലോട്ടറി ബുക്കുന്ന ഈ ചടങ്ങാണ്. ഞാൻ അയാളോട് ചോദിച്ചു ഈ ലോട്ടറികൾ ഞാൻ എടുത്തെങ്കിലല്ല ഞങ്ങൾക്ക് എന്താ അറിയാം. അയാൾ ശരി ആ എല്ലാം നിങ്ങൾക്ക് എന്താ അറിയും നീ എടുത്തോന്നേ അയാൾ അറിഞ്ഞ് ഞാൻ പറഞ്ഞു ചോദിച്ചത് അയാളൊന്നും പെട്ടുകൊള്ളുന്നതിനായിട്ട് മുന്നേ ഞാനായിരുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് ബസ് വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ ചെറുക്കളങ്ങിന്റെ ഒരു കുറിച്ച് നേരെ പേർക്ക് പോയി. അപ്പൊ